ഹേ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ നഷ്ടമാവുന്നുണ്ട്. ആൻഡ് അവിടെ നിന്നായിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുക, ഗവേഷണം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്. സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എംപ്റ്റിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ വരിക, അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിനെ പറ്റി അല്ലെങ്കിൽ ചില കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അന്വേഷണം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ സീരിയസ് ആയിട്ട് ജോബ് നോക്കി തുടങ്ങുന്നതായിരിക്കാം. നിങ്ങളുടെ ഹയർ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ പഠിത്തം ഹയർ സ്റ്റഡീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം. അത് നിങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിനെ കുറിച്ചുള്ളതായിരിക്കാം, ഓർ നിങ്ങളുടെ പഠനപരമായിട്ടുള്ളത്, ജോബ് സിറ്റുവേഷനോ, ഓർ ചില ആളുകൾ മാരേജ് അന്വേഷിക്കുന്നതായിരിക്കാം, പാർട്ട്ണർ അന്വേഷിക്കുന്നതായിരിക്കാം. പക്ഷെ എന്താണോ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത് അതിന് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ, അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അതിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. ചില ആളുകൾക്ക് അതൊരു പുതിയൊരു ഇൻസൈറ്റ് ആണ്. ഓക്കെ. നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്. ആൻഡ് എക്സാക്ട്ലി നേരത്തെ പറഞ്ഞതുപോലെ ചില സിറ്റുവേഷൻ നിങ്ങളെ സ്റ്റക്ക് ആക്കുന്നുണ്ട്, ചില സിറ്റുവേഷൻ നിങ്ങൾ ഒരു എംപ്റ്റിനെസ്സിൽ കൊണ്ടുവെക്കുന്നുണ്ട്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടുവെക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ കുറച്ചുകൂടെ ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, ഒരു വെളിച്ചം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ലൈഫിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ലൈഫിനെ എങ്ങനെ കണക്ട് ചെയ്യണം, പല കാര്യത്തിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടോ, ഒരു ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ലൈഫ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, ഓർ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ ലൈഫ് പറയുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകൾ, പെട്ടെന്ന് നിങ്ങൾ അറിയുന്ന ചില കാര്യങ്ങൾ, പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം. ഓക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ്, എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അളന്ന് നോക്കാനുള്ള സാഹചര്യത്തെ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷനെ, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന പല കാര്യത്തിനും ഒന്ന് അളന്ന് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ. റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ്, ഡീപ്പ് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ചില ആളുകൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു കമ്മിറ്റ്മെന്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഇത് ചില ആളുകൾ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ, മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സമയം നിങ്ങൾ ഓൾ ഓഫ് സഡൻ അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ, റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, റൈറ്റ് ആയിട്ടുള്ള മാരേജ് സിറ്റുവേഷൻ, കമ്മിറ്റ്മെന്റ്. അതിന് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന, നിങ്ങളുടെ മേലുള്ള നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങളൊന്ന് ശ്രദ്ധ മാറ്റി വിടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ആ ഒരു സെക്കൻഡ്സിലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു റൈറ്റ് മൊമെന്റ് എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം. ഓക്കെ. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. കാരണം ചില ആളുകളെ നിങ്ങൾ ഒരു ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശ്രമിച്ചു നോക്കി നിങ്ങൾക്ക് ടയർഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങൾക്ക് തന്നെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക്
ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, ലൈക്ക് എ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ ഒരു റൈറ്റ് ആയിട്ടുള്ള ചില സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ ജോബ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്ന ജോബ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ജോബ്, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ കണക്ഷൻ തോന്നുന്ന ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലേക്ക്, ചില ആളുകൾ ഒരു ബെറ്റർ കോൺട്രാക്റ്റിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കൂടുതലുള്ള ആളുകളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരു മൂവി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാറി നിന്ന് കാണേണ്ടി വരുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു വലിയ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം, അത് എസ്പെഷ്യലി ആളുകളായിരിക്കാം. ഓക്കെ, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എസ്പെഷ്യലി ഒരു മാസ്കുലൻ അല്ലെങ്കിൽ മാസ്കുലൻ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ഓർ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഫാദർ ഫിഗർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛനെ പോലെ കാണുന്ന ആളുകള്, അച്ഛനെ പോലെ കാണുന്ന ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അത്ര റെസ്പെക്റ്റോട് കൂടിയിട്ട് നിങ്ങൾ കാണുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ ചില കാര്യങ്ങൾ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം. സോ മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ അടുത്തുനിന്ന് അതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാട്ടി കൂടുതൽ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, സ്നേഹം പ്രകടമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ജോബിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റി, പുതിയ എഗ്രിമെന്റിലേക്ക് വരുന്നുണ്ട്, പുതിയ കോൺട്രാക്റ്റിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങളുടെ കോൺട്രാക്ട് എൻഡ് ആവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ എൻഡ് ആവുന്ന ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കമ്മിറ്റ്മെന്റ്, ജോബ് കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓർ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ആയിട്ട് നിങ്ങൾ ഒരുപാട് കമ്മിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വളരെ ആക്റ്റീവ് ആയിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എടുത്തു പറയേണ്ട ഒരു ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ മാറി തന്നെ നിന്ന് കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ ഡെഫിനറ്റ്ലി പോവേണ്ടതുമായിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ബട്ട് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും. ഓക്കെ, കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരുന്നുണ്ടായിരിക്കണം. ബട്ട് എന്താണോ നിങ്ങൾക്ക് അങ്ങനെ കാണേണ്ടി വരുന്നത്, നിങ്ങൾക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടി വരുന്ന സമയത്ത് മനസ്സിലാക്കുക, അത് നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം, അറിയേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമായിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ആവുന്ന സമയത്ത്. ഓക്കെ, സോ കാരണം പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളായിരിക്കും. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന, റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, ഒരു അന്വേഷിക്കാൻ തുടങ്ങുന്നത്, പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്, അന്വേഷിക്കാൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, അതിൽ കമ്മിറ്റഡ് ആവുന്നുണ്ട്, പുതിയ പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ട്, പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് സ്ലോലി ആ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.